ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മളൊക്കെ വളരെ സങ്കടത്തോടു കൂടി കടന്നു പോകുന്ന ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കാരണം വയനാടുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യ മനസ്സിനെയും പിടിച്ചു കുലുക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കോവിഡ് മഹാമാരിയും ഓഖിയും ഒക്കെ തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തെ കീറിമുറിച്ചപ്പോൾ കേരള ജനത ഒറ്റക്കെട്ടായിട്ട് ജാതി മതവർഗ വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു നിന്ന് പൊരുതി ജീവിതം തിരിച്ചു പിടിച്ചവരാണ് നമ്മളൊക്കെ തന്നെ. പക്ഷേ അതിനേക്കാളൊക്കെ തന്നെ വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഉറുമ്പ് അരിമണി കൂട്ടി വയ്ക്കുന്ന പോലെ കൂട്ടി വച്ചിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടു, മാറിയെടുക്കാൻ തുണിയില്ല, അതുപോലെ തന്നെ സമ്പാദ്യങ്ങളില്ല. എന്തിന്? തങ്ങളുടെ വേണ്ടപ്പെട്ടവർ അവരെ പോലെ നഷ്ടപ്പെട്ടു. സ്വന്തം അമ്മയും അനുജത്തിയും ഒക്കെ തന്നെ ഒഴുകിപ്പോകുന്നത് നിസ്സഹായരായി നോക്കി നിന്ന ആൾക്കാരുണ്ട് അവിടെ. തിരിച്ചു കിട്ടിയവരിൽ തന്നെ വൈകല്യം സംഭവിച്ചവരുണ്ട്. തിരിച്ചു കിട്ടിയ മൃതശരീരങ്ങളിൽ പല ഭാഗങ്ങളും അറ്റുപോയി വരുന്നതും നമ്മുടെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? അങ്ങനെ ഒരുപാട് വിഷമത്തിലൂടെയാണ് വയനാട്ടിലെ സഹോദരങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്നദ്ധ സംഘടനകളും നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് മഹത് വ്യക്തികളും ഒക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സർക്കാരിനോട് ചേർന്ന് നിന്ന് ചെയ്യുന്നവരാണ്. അവരൊക്കെ തന്നെ അവർക്ക് ഭക്ഷണമായിട്ടും മറ്റു സുരക്ഷാ കാര്യങ്ങളുമായിട്ടും ഒക്കെ തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്, അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവരുടെ മുന്നിലുള്ളത്. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കാഠിന്യം അറിയാൻ പറ്റൂ. വിശപ്പറിഞ്ഞവന് മാത്രമേ ആ വിശപ്പിൻ്റെ വില അല്ലെങ്കിൽ ആ വിശപ്പിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു മാസം കഴിയുമ്പോൾ വരുന്നതെന്ന് പറയുന്നത് ഓണമാണ്, അല്ലേ? ഒരുപാട് സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഒരുപാട് രൂപ, അല്ലേ, ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചിലവാക്കുന്നവരാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ ഓണാഘോഷങ്ങൾ ഒന്ന് മാറ്റിവെച്ചുകൂടെ? നമ്മൾ ഓണത്തിനായിട്ട് ചിലവാക്കുന്ന ഈ ധനങ്ങൾ നമ്മുടെ വയനാട്ടിലുള്ള പ്രിയ സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് അവർക്കായിട്ട് എത്തിച്ചുകൂടെ? അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഓണാഘോഷ പരിപാടികൾക്കായിട്ട് നമ്മൾ ഒരുപാട് സംഖ്യ ചെലവഴിക്കുന്നവരാണ്, അല്ലേ? ആ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന കാശ് വയനാട്ടിലുള്ള നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കിക്കൂടെ? മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന അതിനെ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ശരിക്കും നമുക്കെല്ലാവർക്കും മാവേലി ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരസ്പരം സ്നേഹിച്ചും സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പിയും ഒക്കെ ഇപ്രാവശ്യം ഓണത്തെ ഒന്ന് വരവേറ്റുകൂടെ? കാരണം ഒരുപാട് ദുരന്തമല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ജനത മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റ് ആഘോഷങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഇവിടം വിട്ടു പോകേണ്ടവരാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന വിധം ഒരു സിഗ്നേച്ചർ നമുക്ക് സമ്മാനിക്കാൻ ഈ ഓണ ആഘോഷ വേളകൾ ഒഴിവാക്കിക്കൊണ്ട് അതിനായിട്ട് നാം ചെലവഴിക്കുന്ന ധനം വയനാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായിട്ട് സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് കൈകോർത്ത് നിന്നുകൂടെ?